നമ്മുടെ പഞ്ചായത്ത് 23 വാർഡുള്ള വലിയ പഞ്ചായത്തിൽ 17 വാർഡുകൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർഡാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ കടന്നു പോകണമെങ്കിൽ ഫോറസ്റ്റിലൂടെ കടന്നു വേണം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ നായാട്ട് സംഘങ്ങൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണ്. ഒരു 2-3 മാസം മുമ്പാണ് നമ്മുടെ ഇതിന് ഏറ്റവും സമീപ പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്, കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ ആള്, തെങ്ങുകയറ്റ തൊഴിലാളി ഇതുപോലെ പന്നിക്ക് വെച്ച കെണിയിൽ വീണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഈ കുട്ടികൾ വീണ്ടും ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ ആരോപണമായി ഒക്കെ പലരും വനമന്ത്രി അടക്കം ഉന്നയിക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പ്രദേശത്ത് ഒരു നാട് മുഴുവൻ ഈ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പറ്റും? നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലല്ലേ? കേരളത്തിലെ വനംവകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മിനിസ്റ്റർ തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതിന് അതീവ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് ഇത്തരം പ്രസ്താവനകൾ കേൾക്കാൻ. ഇതൊന്നും അല്ല ഞങ്ങളൊരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവനയല്ല മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതെ, തീർച്ചയായും നിങ്ങൾ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ജീവന്റെ പ്രശ്നമാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവന്റെ പ്രശ്നമാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് പോലും ഏറെ ഖേദകരമാണെന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ, താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവന ഒരു മന്ത്രിയുടെ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പൊ നിരന്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ വരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂരിലടക്കം ഇപ്പൊ കടുവ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? അതിന് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രി തന്നെ ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിന് പകരം ഇത്തരത്തിൽ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ദുരന്ത മുഖത്ത് പോലും ഇവരുടെ ഒരു സമീപനം എത്ര പ്രതിഷേധാർഹമാണ്. നിലവിൽ ഈ പ്രദേശവാസികളുടെ ആവശ്യം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഈ ഒരു പ്രദേശത്ത് വ്യാപകമാണോ? ഈ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാര്യമാണോ? എന്താണ് ഈ ഒരു സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം? നേരത്തെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നിരപരാധിയുടെ കുട്ടികൾ ഇന്നലെ പെരുന്നാളാണ്, അവരുടെ ബന്ധുവീടുകളിൽ നിന്ന് കുട്ടികൾ വന്നു. ഇവർക്ക് ഇത് സ്ഥിര പരിചിതമായ സ്ഥലമാണ്. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അടക്കം കുട്ടികളായ സമയത്ത് നമ്മുടെ ചോലകളിലും തോടുകളിലൊക്കെ മീൻ പിടിക്കാൻ പോലും സ്വാഭാവിക. അങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി പോയ കുട്ടികളാണ് ഇവർ. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവരാണ് ഇങ്ങനെയുള്ള ദുരന്തത്തിൽപ്പെട്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു 8:45 മണിയോടെയാണ്, 8:45-9 മണിക്കിടയ്ക്കാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അത്ര നേരത്തെ തന്നെ ഈ സമയത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 7 മണി 7:30 തന്നെ ഈ പറയുന്ന ഈ സംഘം ഇതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ നേരിട്ട് ഇവര് ഇത് കൊടുത്ത് അവര് ഈ തോട്ടിലൂടെയാണ് ഈ ലൈൻ കൊണ്ടുപോയിട്ടുള്ളത്, കുറ്റി അടിച്ചാ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഒരു 7 മണിക്കെങ്കിലും അവർ ഈ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ട് അത്ര നേരത്തെ തന്നെ ഈ ഇത്തരം ആളുകൾ ഇത് ചെയ്യുന്നതിനുള്ളൊരു പ്രേരണ കൂടി നമ്മൾ കാണണം. അപ്പൊ ജീവനും സ്വത്തിനും, ജനങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലുള്ള ചില ഗൂഢസംഘങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരങ്ങൾ കൂടി ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. അതുതന്നെയാണ് അവിടെയും ഈ മന്ത്രി അടക്കം പറയുന്നതിലൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു വന്യജീവി ആക്രമണ പ്രശ്നങ്ങളൊക്കെ നേരത്തെയും പറഞ്ഞിരുന്നതാണ്. അതിനെ ഒരു വീണ്ടും ചർച്ചയാക്കാൻ ഗൂഢാലോചനാപരമായി നടത്തിയ ഒരു സംഭവമാണിതെന്നാണ് വനമന്ത്രി അടക്കം പറയുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ നിരപരാധികളായ ഈ കുട്ടികൾ, 15 വയസ്സുള്ള ഞാൻ, എന്റെ സ്റ്റുഡന്റ്, എന്റെ സ്കൂളിലെ കുട്ടിയായിരുന്നു 7 വയസ്സ് വരെ. ഞാൻ ആ കുട്ടിയുടെ ഒരു അധ്യാപകനാണ്. ഈ കുട്ടികളൊക്കെ അപകടത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി. ഞാൻ കാരക്കോട് സ്കൂളിൽ ഇപ്പോൾ പ്രധാന അധ്യാപകൻ കൂടിയാണ്. അപ്പൊ ഞങ്ങളുടെ മുമ്പിലിരുന്ന് ഈ പഠിച്ച കുരുന്നുകളാണ് അവർ ഈ അപകടത്തിൽപ്പെട്ടത്. അങ്ങനെയുള്ള മക്കളെ ബോധപൂർവം ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ബലിയാടാക്കുമോ? എത്ര ദുഃഖകരമാണ്, എത്ര ഖേദകരമാണ് ഈ പ്രസ്താവന. അതിന് ആ രൂപത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.